അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ചരിത്രത്തിലെ നിഷ്ഠൂരനായ ക്രൂരനായ ഭരണാധികാരിയായിരുന്നു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അയാൾ ജനങ്ങളോട് ഏറ്റവും മോശമായ രൂപത്തിൽ പെരുമാറുന്നയാളായിരുന്നു. അയാളുടെ ഭരണീയരായ ആളുകളെ വിവിധ വിഭാഗങ്ങളാക്കി ശക്തമായ ക്രൂരതകൾക്കും അതുപോലെ തന്നെ ഒരുപാട് മോശപ്പെട്ട ജോലികൾക്കും വിധേയമാക്കുമായിരുന്നു. അയാൾ വംശീയമായ ആളുകളെ ഉപദ്രവിക്കുന്ന നിഷ്ഠൂരനായ വർഗീയ ഫാസിസ്റ്റ് ഭരണാധികാരിയായിരുന്നു ഫിർഔൻ ലഅനത്തുല്ലാഹി അലൈഹി. അതിലുപരിയായി അയാൾ മോശമായ പരാമർശം നടത്തുമായിരുന്നു. ഞാനാണ് നിങ്ങളുടെ റബ്ബ്, നിങ്ങൾ എന്നെ അനുസരിച്ചാണ് ജീവിക്കേണ്ടത്, നിങ്ങളുടെ താഴ്ഭാഗത്തുകൂടി ഒഴുകുന്ന അരുവികളുടെയൊക്കെ ഉടമസ്ഥൻ ഞാനാണ് എന്ന് പറയുന്ന ഏറ്റവും വിഡ്ഢിയായ ഭരണാധികാരിയും കൂടിയായിരുന്നു അയാൾ. പക്ഷേ അയാളെ സത്യമാർഗത്തിലേക്ക് ക്ഷണിക്കുവാൻ അള്ളാഹു നിയുക്തനാക്കിയത് ബഹുമാനിയായ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമയെയും ഹാറൂൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമയുമായിരുന്നു. ഇത്ര വലിയ ക്രൂരനായ ഒരു ഭരണാധികാരിയാണെങ്കിലും അയാളും സത്യത്തിൻ്റെ മാർഗം രുചിച്ചാൽ തീർച്ചയായും അയാൾ ഏറ്റവും നല്ലവനായി തീരുമെന്ന് വ്യക്തമായ ബോധ്യമുണ്ടായിരുന്നു. ആയതിനാൽ തന്നെ നാഥനായ റബ്ബ് അയാളുടെ ഈ അഹങ്കാര സ്വഭാവം മാറ്റി ശരിയായ പാതയിലേക്ക് വന്ന് അള്ളാഹുവിനെ അനുസരിച്ച്, ഏകനായ റബ്ബിനെ അനുസരിച്ച് വിനീത വിധേയനായി ജീവിക്കണമെന്നും ഈ അധികാരവും ആൾബലവുമെല്ലാം നൽകിയത് ഞാനാണ് എന്നും അള്ളാഹുവിന് പങ്കുകാരില്ല എന്നും രക്ഷിതാവ് അള്ളാഹു മാത്രമാണെന്നുമുള്ള സത്യബോധനം നൽകാൻ വേണ്ടി ബഹുമാനിയായ മൂസാ നബി അലിഹിസ്സലാത്തു വസ്സലാമയും ഹാറൂൻ നബി അലിഹിസ്സലാത്തു വസ്സലാമയും അള്ളാഹു നിയുക്തനാക്കുകയാണ്. ബഹുമാനിയായ മൂസാ നബി അലിഹിസ്സലാത്തു വസ്സലാമ ആ ക്രൂരനായ നിഷ്ഠൂരനായ ഫാസിസ്റ്റ് ഭരണാധികാരിയുടെ അടുക്കലേക്ക് പോകുമ്പോൾ ബഹുമാനിയായ മൂസാ നബി അലിഹിസ്സലാത്തു വസ്സലാമയോട് അള്ളാഹു പറഞ്ഞ ഒരു വാക്കുണ്ട്, അഖൂലാ ലഹു ഖൗലൻ ലയ്യിന. നിങ്ങൾ ഇരുവരും അയാളോട്, ആ ഫിർഔനിനോട്, നിഷ്ഠൂരനായ ക്രൂരനായ ഞാനാണ് രക്ഷിതാവെന്ന് പറയുന്ന ആളുകളെ ശക്തമായി ഉപദ്രവിക്കുന്ന ആളാണെങ്കിലും ശരി, അയാളോട് നിങ്ങൾ മാന്യമായ വാക്കുകൾ സംസാരിക്കണമെന്ന്. പ്രിയപ്പെട്ടവരെ, നോക്കൂ, ഒരു ക്രൂരനായ ഒരാളോട് പോലും മാന്യതയുടെയും അതല്ലെങ്കിൽ മയമായ വാക്കുകളും ഉപയോഗിക്കണമെന്ന് അള്ളാഹു പറയുമ്പോൾ നമ്മുടെ വാക്കുകൾക്ക് എന്തു വിലയാണ് പ്രിയപ്പെട്ടവരെ. ചില വാക്കുകൾ കൊണ്ട് സമൂഹത്തിൽ സ്പർദ്ധ വളർത്താൻ ഉതകും എന്നുള്ളതാണ്. ചില ചെറിയ വാക്കുകൾ മതിയാകും ഒരുപാട് വർഗീയ ലഹളകൾ ഉണ്ടാകാൻ. എന്നാൽ വലിയ വലിയ തീപ്പന്തമായി നിൽക്കുന്ന വലിയ പ്രശ്നങ്ങളെ ചെറിയൊരു വാക്കിലൂടെ തണുപ്പിക്കാനും ആ തീയെ അണച്ചു കഴിയാനും സാധ്യമാകുമെന്നുള്ളതാണ്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയഖുൽ ഖൈറൻ ഔ ലിയസ്മുത്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അന്ത്യദിനത്തിൽ, അള്ളാഹുവിലും അന്ത്യദിനത്തിലും നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾ നല്ല വാക്കുകൾ പറയുക. ഫൽയഖുൽ ഖൈറൻ, നല്ലത് മാത്രം നിങ്ങൾ സംസാരിക്കുക. അങ്ങനെ നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയാതെ വന്നാൽ ഔലിയസ്മുത്, നിങ്ങൾ നിശബ്ദരായിരിക്കണമെന്നാണ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നാം മറ്റുള്ളവരോട് പറയുന്ന വാക്കുകളുടെ ക്രൗര്യത എത്രയാണ്, അവരോട് എങ്ങനെയാണ് നാം സമീപിക്കുന്നത്, അവർ നമ്മളോട് സുഖവിവരങ്ങൾ അന്വേഷിക്കുമ്പോൾ എപ്രകാരമാണ് നാം അവരോട് മറുപടി പറയുന്നത്, അതല്ലെങ്കിൽ ആളുകളോട് സംസാരിക്കേണ്ട ഇടങ്ങൾ വരുമ്പോൾ എത്ര മോശമായ പരാമർശമായിരിക്കാം നാം നടത്തുന്നത്. നമ്മുടെ വാക്കുകൾ എപ്രകാരമാണ്. ഒരു ബുദ്ധിമാൻ്റെ നാവ് എന്നുള്ളത് ഹൃദയത്തിന് പിറകിലാണ്. അവൻ സംസാരിക്കുന്നതിന് മുമ്പ് എന്ത് പറയണമെന്ന് അവൻ ആലോചിച്ചുറപ്പിച്ചതിന് ശേഷം മാത്രമേ സംസാരിക്കുകയുള്ളൂ. എന്നാൽ ഒരു വിഡ്ഢി എന്നാൽ അയാളുടെ ഹൃദയത്തിന് മുന്നിലാണ് നാവ്. അയാളൊന്നും ആലോചിക്കുകയോ ചിന്തിക്കുകയോ ഇല്ല. ഇഷ്ടമുള്ളത് തോന്നിയതുപോലെ വായിൽ വരുന്നതെല്ലാം അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് സമൂഹത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ സൃഷ്ടിക്കും, കുടുംബത്തിൽ പ്രശ്നങ്ങളും സൃഷ്ടിക്കും, മാതാപിതാക്കൾക്കിടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും, മക്കൾക്കിടയിൽ ഒരുപാട് ഗൗരവപരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ്. ഒരിക്കൽ ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്നു. അതിലൊരു സ്വഹാബി ഷഹീദായി കിടക്കുന്നു. ഷഹീദ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വീരമൃത്യു വരിച്ച ആളുകൾക്കാണ് ഷഹീദ് എന്ന് പറയുന്നത്. അങ്ങനെ ഷഹീദായി കിടക്കുന്ന ഒരു മകൻ്റെ അടുക്കലേക്ക് ഉമ്മ ഓടി വരികയാണ്. എന്നിട്ട് ആ ഉമ്മ വളരെ സ്നേഹത്തോടെ പറയുകയാണ്, ഹനി അല്ലക യാ ബുനൈ, എൻ്റെ മകനെ, നിനക്ക് സർവ്വമംഗളാശംസകളും നേരുന്നു. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അജയ്യനായി പൊരുതി വീരമൃത്യു വരിക്കാൻ നിനക്ക് സാധ്യമായല്ലോ എന്നുള്ള നിലയിൽ
ആ മകൻ്റെ മുഖത്ത് പറ്റിയ രണാങ്കളത്തിൽ നിന്നും പറ്റിയ ആ പൊടി ഇങ്ങനെ തട്ടി മാറ്റിയിട്ട് ഉമ്മ പറയുകയാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഉമ്മയോട് പറയുന്നു, അതേ ഷഹീദാണ്, അള്ളാഹിൻ്റെ മാർഗത്തിൽ ഷഹീദായ വീരമൃത്യു വരിച്ച ആളാണ്. നബി തങ്ങൾ അപ്പോൾ ആ ഉമ്മയോട് പറയുകയാണ്, നിങ്ങൾക്കെന്തറിയാം അയാൾ വാക്കുകൾ സൂക്ഷിച്ച് സംസാരിച്ചിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? ആളുകൾക്കുള്ള ഉപകാരങ്ങൾ തടഞ്ഞിട്ടുണ്ടോ എന്ന് നിങ്ങൾക്കെങ്ങനെ അറിയാം? അതുകൊണ്ട് അവന് സ്വർഗം ലഭിക്കുമെന്ന് നിങ്ങൾക്കെങ്ങനെയാണ് ഉറപ്പിച്ചു പറയാൻ കഴിയുന്നത് എന്ന് ആ ഉമ്മയോട് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ആയതിനാൽ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരോട് നാം പറയുന്ന വാക്കുകൾ അത് വളരെ ഗൗരവപരമായിരിക്കണം, വളരെ സൂക്ഷ്മതയോടെ മാത്രം പറയണം. ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനൊരു വാക്ക് സംസാരിച്ചാൽ എൻ്റെ റബ്ബിൻ്റെ അടുക്കൽ നാളെ അതിന് കൃത്യമായ മറുപടി പറയേണ്ടി വരും എന്നെനിക്ക് കൃത്യമായി ബോധ്യമുണ്ട്. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ കാരണം ബോധിപ്പിക്കേണ്ടി വരുന്ന ഒരു വാക്കും ഞാൻ പറയാറില്ല. എന്തിന് നീ സംസാരിച്ചു, അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ എന്നെല്ലാം അള്ളാഹു എന്നോട് കാരണം ചോദിക്കുന്ന ഒരു വർത്തമാനവും ഞാൻ പറയില്ല എന്ന് ബഹുമാന്യനായ ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഞാൻ സംസാരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രീതിക്കുതകുന്ന വർത്തമാനങ്ങളായിരിക്കും ഞാൻ സംസാരിക്കുക എന്ന് ഹാത്തമുൽ അസ്സം റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആയതിനാൽ നമ്മുടെ വാക്കുകൾ മെച്ചമാക്കാം, സൗന്ദര്യമാക്കാം. അത്തറിനേക്കാൾ ഏറ്റവും സുഗന്ധപൂർണമായ, കസ്തൂരിയേക്കാൾ ലോകത്ത് സുഗന്ധം പരത്തുന്ന, ഏറ്റവും മാന്യമായ, ഏറ്റവും ശ്രേഷ്ഠകരമായ, ആളുകളുടെ മനസ്സുകൾക്ക് സമാധാനം പകരുന്ന, ആളുകളുടെ ജീവിതത്തിന് സൗഖ്യം പകരുന്ന, ആളുകളുടെ ബന്ധങ്ങൾ ദൃഢമാക്കാൻ കഴിയുന്ന, എല്ലായ്പ്പോഴും എല്ലാവരും നന്നായി സ്മരിക്കാൻ കഴിയുന്ന ഏറ്റവും ഉദാത്തമായ വാക്കുകൾ നമുക്ക് സമൂഹത്തിനിടയിൽ സംസാരിക്കാം. അത്തരത്തിൽ ഏറ്റവും മനോഹരമായ വാക്കുകൾ പറയുന്ന ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളിൽ അള്ളാഹു നമ്മളെയും നാമുമായി ബന്ധപ്പെട്ടവരെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.